ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ക്വിസ് മീഡിയയിലേക്ക് സ്വാഗതം. ബഷീർ ദിന ക്വിസാണ് ഞാൻ നിങ്ങൾക്കായി ഇന്ന് അവതരിപ്പിക്കുന്നത്. വീഡിയോയിലേക്ക് കടക്കും മുമ്പ് നിങ്ങൾ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് വീഡിയോ ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം. ബഷീറിൻ്റെ പിതാവിൻ്റെ പേര് എന്താണ്? ഉത്തരം കായി അബ്ദുൽ റഹ്മാൻ. ബഷീറിൻ്റെ മാതാവിൻ്റെ പേര് എന്താണ്? ഉത്തരം കുഞ്ഞാത്തുമ്മ. ബഷീറിൻ്റെ ഭാര്യയുടെ പേര് എന്താണ്? ഉത്തരം ഫാത്തിമ ബീവി. ബഷീറിൻ്റെ കൃതിയിലൂടെ ലോക പ്രശസ്തയായ അദ്ദേഹത്തിൻ്റെ സഹോദരി ആരാണ്? ഉത്തരം പാത്തുമ്മ. ബഷീർ കൃതികൾ ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയ എഴുത്തുകാരൻ ആര്? ഉത്തരം ഡോക്ടർ റൊണാൾഡ് ഇ ആഷർ. ഒറ്റക്കണ്ണൻ പോക്കർ ഏത് ബഷീർ കഥയിലെ കഥാപാത്രമാണ്? ഉത്തരം മുച്ചീട്ട് കളിക്കാരൻ്റെ മകൾ. മുച്ചീട്ട് കളിക്കാരൻ്റെ മകൾ സിനിമയാക്കിയ സംവിധായകൻ ആര്? ഉത്തരം തോപ്പിൽ ബാസി. പ്രേമലേഖനം സിനിമയാക്കിയപ്പോൾ അതിൻ്റെ സംവിധായകൻ ആരായിരുന്നു? ഉത്തരം P.A. ബക്കർ. ജയിൽ മോചിതനായ ശേഷം ബഷീർ എറണാകുളത്ത് സ്ഥാപിച്ച ബുക്ക് സ്റ്റാളിൻ്റെ പേരെന്ത്? ഉത്തരം സർക്കിൾ ബുക്ക് ഹൗസ്. യാ ഇലാഹി എന്ന പുസ്തകത്തിൽ ബഷീർ എഴുതിയ കവിതയുടെ പേരെന്ത്? ഉത്തരം അനശ്വര പ്രകാശം. പ്രകൃതി സ്നേഹം പ്രകടമാക്കുന്ന ബഷീർ കഥ ഏത്? ഉത്തരം തേനമാവ്. ബഷീറിൻ്റെ യഥാർത്ഥ പേരെന്ത്? ഉത്തരം കൊച്ചു മുഹമ്മദ്. ബഷീറിൻ്റെ ജന്മസ്ഥലം എവിടെയാണ്? ഉത്തരം കോട്ടയം ജില്ലയിലെ വൈക്കം താലൂക്കിലെ തലയോലപ്പറമ്പിൽ. ബഷീറിൻ്റെ സൂഫിസ്റ്റിക് കാഴ്ചപ്പാടുകളുടെ അന്തർധാര എന്ന് വിശേഷിപ്പിക്കുന്ന ചെറുകഥ ഏതാണ്? ഉത്തരം അനർഘ നിമിഷം. ബഷീറും കാരൂർ നീലകണ്ഠപിള്ളയും ഒരേ പേരിൽ കഥകൾ എഴുതിയിട്ടുണ്ട്. ആ കഥയുടെ പേര് എന്താണ്? ഉത്തരം പൂവൻപഴം. ബഷീറിനെതിരെയുള്ള വിമർശനങ്ങൾക്ക് മറുപടിയായി പ്രൊഫസർ M.N. വിജയൻ എഴുതിയ കൃതി ഏത്? ഉത്തരം മരുഭൂമികൾ പൂക്കുമ്പോൾ. എട്ടുകാലി മമ്മൂഞ്ഞ് എന്ന കഥാപാത്രം ബഷീറിൻ്റെ ഏത് കൃതിയിലേതാണ്? ഉത്തരം ആനവാരിയും പൊൻകുരിശും. ബഷീറിൻ്റെ ആദ്യ കഥ പ്രസിദ്ധീകരിച്ചത് ജയകേസരി എന്ന പത്രത്തിലായിരുന്നു. ഏതായിരുന്നു ആ കഥ? ഉത്തരം തങ്കം. ബഷീർ രചിച്ച ബാലസാഹിത്യ കൃതി ഏതാണ്? ഉത്തരം സർപ്പയജ്ഞം. ഒരു മരം ബഷീറിൻ്റെ ജീവിതത്തിലും സാഹിത്യത്തിലും സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. ഏതാണ് ആ മരം?
ഉത്തരം മാംഗോസ്റ്റിൻ. മജീദും സുഹറയും കഥാപാത്രങ്ങളായി വരുന്ന ബഷീറിൻ്റെ നോവൽ ഏത്? ഉത്തരം ബാല്യകാലസഖി. മൂക്ക് കേന്ദ്ര കഥാപാത്രമായ ബഷീർ കൃതി ഏതാണ്? ഉത്തരം വിശ്വവിഖ്യാതമായ മൂക്ക്. ബഷീറിൻ്റെ ആത്മകഥയുടെ പേരെന്താണ്? ഉത്തരം ഓർമ്മയുടെ അറകൾ. ബഷീറിൻ്റെ ഏത് കൃതിയിലെ കഥാപാത്രമാണ് മണ്ടൻ മുത്തപ്പ? ഉത്തരം മുച്ചീട്ട് കളിക്കാരൻ്റെ മകൾ. ഒന്നും ഒന്നും ചേർന്നാൽ എത്രയെന്നാണ് ബഷീറിൻ്റെ കഥാപാത്രം ഉത്തരം നൽകിയത്? ഉത്തരം ഇമ്മിണി വല്യ ഒന്ന്. പ്രേമലേഖനത്തിലെ കഥാപാത്രങ്ങളായ കേശവൻ നായരും സാറാമ്മയും തങ്ങളുടെ കുട്ടിക്ക് നൽകിയ പേരെന്താണ്? ഉത്തരം ആകാശമിട്ടായി. അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലത്ത് ആരെ കാണാൻ വേണ്ടിയാണ് ബഷീർ വീട്ടിൽ നിന്നും ഒളിച്ചോടിയത്? ഉത്തരം ഗാന്ധിജി. ബേപ്പൂർ സുൽത്താൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം വൈക്കം മുഹമ്മദ് ബഷീർ. വെളിച്ചത്തിനെന്ത് വെളിച്ചം എന്ന വാക്യം ഏത് കൃതിയിൽ നിന്നുള്ളതാണ്? ഉത്തരം ഇൻ്റെ ഉപ്പുപ്പോക്കർ ആനയുണ്ടാർന്ന്. ബഷീർ മാല എന്ന പാട്ടുകാവ്യത്തിൻ്റെ രചയിതാവ്? ഉത്തരം MN കാരശ്ശേരി. ബഷീറിൻ്റെ പ്രസിദ്ധീകരിച്ച ആദ്യ നോവൽ ഏത്? ഉത്തരം പ്രേമലേഖനം. കാടായിത്തീർന്ന ഒറ്റമരത്തിൻ്റെ ആത്മകഥ എന്ന് ബഷീർ സാഹിത്യത്തെ വിശേഷിപ്പിച്ചത് ആര്? ഉത്തരം പ്രൊഫസർ MN വിജയൻ. സാഹിത്യരംഗത്ത് ഏറെ വിമർശനങ്ങൾ ഉണ്ടാക്കിയ ബഷീർ കൃതി ഏത്? ഉത്തരം ശബ്ദങ്ങൾ.